Hello guys, welcome to the roll call where we discuss roles beyond courtroom. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് മൂവി ഇൻ ദ റീസെൻറ്റ് ടൈംസ് കളങ്കാവലിൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് സാറാണ്. സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ ഫസ്റ്റ് ഡെബ്യൂ മൂവി തന്നെ മമ്മൂക്കായുടെ കൂടെ, അത് തന്നെ ഇപ്പം ഭയങ്കര ഹിറ്റായിട്ട് സ്റ്റിൽ ഇൻ തിയേറ്റേഴ്സ് 100 crores ആവാറായി കളക്ഷൻ. ഹൗ ഡു യു ഫീൽ? ഫീലിംഗ് വെരി ഹാപ്പി. സന്തോഷമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു ജോണറും പടത്തിൻ്റെ ഒരു പേസൊക്കെ വെച്ചിട്ട് നമ്മൾ പടത്തിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. ബട്ട് അങ്ങനെ മൊത്തം വാസ്റ്റ് ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് നല്ല രീതിയിൽ സ്വീകരിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വൈ ദ നെയിം കളങ്കാവൽ? നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു ടേമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ടേമിലെത്തിയത്? വൈ ദ നെയിം? നമ്മൾ ഈ പടം അതിൻ്റെ ഒരു പോക്കിൽ പല പല ടൈറ്റിൽസും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പല ചില വർക്കിംഗ് ടൈറ്റിൽസ് ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്തായിരുന്നു, മെയിൻ ടൈറ്റിലാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ ഒരു പക്ഷേ നമ്മളാരും അതിനകത്ത് അങ്ങനെ ഹാപ്പി അല്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഞാൻ കോറൈറ്റർ ജിഷ്ണുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ കളങ്കാവൽ എന്നുള്ള പേരിനെ പറ്റി കേൾക്കുന്നത്. അപ്പം ഈ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളുള്ള ഒരു റിച്വലാണത്. അപ്പോൾ ഒരു റിച്വൽ എന്നതിനേക്കാളൊക്കെ ഉപരി കളം കാവൽ എന്നുള്ള പേരിനോട് ഇതിനൊരു ഫാസിനേഷൻ തോന്നിയായിരുന്നു. ഒരു കളത്തിന് കാവൽ നിൽക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ റിച്വലിൻ്റെ പുറകിലുള്ള ഐതിഹ്യവും സംഭവം നമ്മുടെ പടമായിട്ട് കണക്റ്റഡ് ആണെന്നൊരു തോന്നൽ തോന്നി. അസുര ശക്തിയായ ദാരികനെ അന്വേഷിച്ച് ഭദ്രകാളി ദേവി 8 ദിക്കിലും നടത്തുന്ന ഒരു യാത്രയും ദാരിക നിഗ്രഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത്. അപ്പം ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി നമ്മുടെ പടമായിട്ടത് കണക്റ്റഡ് ആണ്. അങ്ങനെ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. പിന്നെ ഒരു ഏലിയൻ ടൈറ്റിൽ ആകുമോ എന്നൊരു ടൈറ്റിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ടൈറ്റിലിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അധികം ഫെമിലിയർ അല്ലാത്ത. മമ്മൂക്കയെ പോലത്തെ ഒരു സെലിബ്രേറ്റഡ് ആക്ടർ, അങ്ങനത്തെ ഒരു ആക്ടറിനെ വില്ലനായിട്ട് പ്ലേസ് ചെയ്തപ്പം എന്തെങ്കിലും ഡിഫിക്കൽട്ട് തോന്നിയിട്ടുണ്ട്? അത് മാത്രമല്ല, മമ്മൂക്കയെ വെറുക്കുന്നതിന് മലയാളികൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് തയ്യാറായിട്ടില്ല എന്നൊരു വിശ്വാസം സാധനം ഉണ്ടായിരുന്നു. ഒരു പേടിയുണ്ടായിരുന്നു മമ്മൂക്കയെ വില്ലനായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഒരു എന്തെങ്കിലും ലിമിറ്റേഷൻസോ ആങ്സൈറ്റിയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഓൺ ദ കോൺട്രറി അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ആദ്യം തൊട്ട് തോന്നിയിരുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പക്ക പ്രോട്ടഗണിസ്റ്റ് ആന്റഗണിസ്റ്റ് എന്നുള്ള ദ്വന്ദ്ങ്ങൾക്കപ്പുറത്ത് കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റഡ് ആയ ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അപ്പം അങ്ങനെ ഒരു പേടി ഇല്ലായിരുന്നു. അദ്ദേഹം ഇത് ചെയ്യുമ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡയമെൻഷൻസിലോട്ട് പോകുമെന്നുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരുന്നു ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ രണ്ടാമത്തെ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റാർഡം ക്യാരി ചെയ്യുന്ന ഒരാളാണ്. പടത്തിൻ്റെ പല പ്രോസസ്സിലും പലരും ഈ കാര്യം തന്നെ സംശയം പ്രകടിപ്പിച്ചായിരുന്നു. പിന്നെ തിയേറ്ററിൽ ആദ്യം പോയി ഷോ കണ്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മുടെ ആ ഒരു ആങ്സൈറ്റി മാറിയെന്ന് പറയാം. അതുവരെയും ആ ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ആൾക്കാർ ആരുടെ പക്ഷം നിൽക്കും എന്നൊക്കെ. ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര നമ്മളൊരു കുറച്ച് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഒന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അക്സെപ്റ്റൻസിനെ പറ്റി. ബട്ട് അത് തിയേറ്ററിലിരുന്ന് കണ്ടപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഒരു അനുഭവമായിരുന്നു. നമ്മൾ വിചാരിക്കാത്തടത്തൊക്കെ ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചെടുത്ത് അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അത് ആ മൊമെന്റിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് മുന്നേ ഒരിക്കലും അത് കിട്ടത്തില്ല. പലപ്പോഴും പലരും കാണുന്നാലും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എക്സാക്ട്ലി എങ്ങനെയാണ് കൂടുതൽ മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസിൽ എങ്ങനെയാണ് കണക്ട് ആവുന്നതാണല്ലോ പടത്തിന്റെ ഒരു വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അന്നേരമാണ് ബോധ്യപ്പെട്ടതെന്ന് തോന്നുന്നു. ഈ ഒരു മൂവിയുടെ തോട്ട് 2009 ആ ന്യൂസ് ഉണ്ടായപ്പോൾ തന്നെ ഉണ്ടായോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പിന്നെ മറന്നുപോയി അങ്ങനെ വന്നൊരു തോട്ട് ആണോ? അതുപോലെ അന്ന് തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, അന്നോട്ട് ആഗ്രഹമില്ലായിരുന്നു. നമ്മള് എനിക്കൊന്ന് കുറുപ്പിൻ്റെയൊക്കെ ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന് മുന്നത്തെ ഒരു സമയത്തങ്ങാണ്ട് അതിന് കോറൈറ്റർ ജിഷ്ണുണ്ട്. അവനിപ്പം ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ പുറമെ ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് അങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ലാൻഡ് ചെയ്യണമെന്ന് നല്ല രീതിയിൽ സെർച്ച് ചെയ്തുകൊണ്ടൊക്കെ നിന്നൊരു ഒരു സമയമാണ്. അപ്പോൾ അവനൊരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇതുപോലെ യൂട്യൂബ് വീഡിയോസും ഇതുപോലുള്ള ഇൻസിഡൻസ്, റിയൽ ലൈഫ് ഇൻസിഡൻസിനെയൊക്കെ ഒരുപാട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സംഭവത്തെ പറ്റി കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മുന്നേ ഈ സംഭവത്തെ പറ്റി അറിയാം. പക്ഷെ അതങ്ങനെ സിനിമയാക്കണം എന്നൊരു ത്വര വന്നിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ സിനിമയാക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ എന്ത് സംഭവം സിനിമയാക്കാം. ഇപ്പം ഒരു അവൻഗ്രേഡ് സിനിമ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സിനിമകളുണ്ട്. അതിനകത്ത് നമുക്ക് ഇതൊന്നും വിഷയമല്ല. പക്ഷെ കുറച്ചും കൂടെ തിയേറ്ററിൽ
സക്സസ് ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒരു സിനിമ എന്നുള്ള കൊമേഴ്ഷ്യൽ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള തോട്ട്സിൽ കുറേ നമ്മളിങ്ങനെ സംസാരങ്ങൾ പോയി. ഇപ്പം വേറൊരു ഡിസ്കഷനിൽ പിന്നെ ഗോകുലത്തിലുണ്ടായിരുന്ന കൃഷ്ണമൂർത്തി ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹമാണ് വേറൊരു ആംഗിളിനെ പറ്റി ചെറിയൊരു ഐഡിയാസ് തരുന്നത്. അത് വെച്ച് ആലോചിച്ചപ്പോഴാണ്, അതായത് ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനേക്കാൾ ഉപരി മമ്മൂക്കയുടെ കഥാപാത്രത്തിന് വേറൊരു പ്രൊഫഷണൽ ആംഗിൾ കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആംഗിൾ വരുമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു തോട്ട് കിട്ടി അതിൻ്റെ പുറത്താണ് ഇത് സിനിമയാക്കാമെന്നുള്ള ഒരു കൃത്യമായ ഒരു കോൺഫിഡൻസ് വരുന്നത്. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് പിന്നെ അങ്ങോട്ടുള്ള യാത്ര മൊത്തം നടന്നതെന്ന് പറയാം. ഇപ്പൊ സ്റ്റോറി ആണെങ്കിലും ഡിഫറെന്റ് ആണ്. ഇപ്പം ഡിഫറെന്റ് ആണ്. ആ ഡിഫറെന്റ് ആംഗിൾ കിട്ടിയപ്പോഴാണ് ഇതിനകത്തൊരു സിനിമാറ്റിക് സാധ്യത ഉണ്ടെന്ന് കൃത്യമായിട്ട് ഒരു ജോബ് ആണെങ്കിലും ജോബ് സ്വിച്ച് ഒക്കെ നടത്തിയത് ആക്ച്വലി മൂവിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ്. അതെ അതെ അതെ, അതും ശരിക്കും പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് വേറൊരു ബാംഗ്ലൂരിൽ സിമിലർ ഒരു ഇൻസിഡന്റ് നടന്നതായിട്ടൊക്കെ അറിഞ്ഞു. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരാള് ഇങ്ങനെ ചെയ്യുക എന്നാൽ ഈ പറയുന്ന ടീം ഇതിനകത്ത് തന്നെ ഉള്ള ഒരാളായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു സംഭവം. അത് അധികം പോപ്പുലർ, മറ്റേത് അധികം പോപ്പുലർ അല്ല. അപ്പൊ അത് രണ്ടും കൂടെ മെർജ് ആയപ്പോഴാണ് ഒരു സിനിമാറ്റിക് കൺസെപ്റ്റ്. ഫസ്റ്റ് മൂവി തന്നെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ ഇറക്കാൻ പറ്റിയത് 7th മൂവിയാണ് ഇവരുടെ. അത് എങ്ങനെ അതിലോട്ട് എങ്ങനെ എത്തിയത്? അത് നമ്മളെ പ്രൊഡക്ഷൻ ആരായിരിക്കുമെന്ന് കൃത്യമായ തീരുമാനമുണ്ട്. നമ്മുടെ പാൻഡോ ചേട്ടനാണ് നമ്മളെ പ്രോജക്റ്റിന് കുറെ കൊണ്ടുപോയത് മുന്നോട്ട്. അപ്പോൾ ഇവരെല്ലാവരും തമ്മിൽ കണക്ട് ആണ്, ലൈക്ക് ഫാമിലിയാണ് ഇവർ. അപ്പം ഇതെങ്ങനെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ഒരു കൃത്യമായ ഇത് വന്നില്ല. അപ്പം നമ്മൾ അവിടെ പ്രീ പ്രൊഡക്ഷൻ സമയം നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ചകൾ നടക്കുവാണ്. അപ്പം ലോജിസ്റ്റിക് വൈസ് പല കാര്യങ്ങൾ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് സിനിമ ഷൂട്ടിലോട്ട് എത്താനായിട്ട് പറ്റുന്നത്. അപ്പം അങ്ങനെ ഷൂട്ടിലോട്ട് എത്തിയേക്കാം എന്നൊരു നില എത്തിയപ്പോൾ മമ്മൂട്ടി കമ്പനിയിൽ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് അദ്ദേഹമാണ് ഇങ്ങനെ കാര്യം നമ്മളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവനോട് എന്തോ സംസാരിക്കുമ്പോൾ കാഷ്വലിയാണ് പുള്ളി പറഞ്ഞത്, അപ്പോൾ നമ്മളാണല്ലോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു, നമ്മളെന്ന് പറയാൻ മനസ്സിലായില്ല എന്ന് പറയുമ്പോഴാണ് മമ്മൂട്ടി കമ്പനിയാണോ ചെയ്യുന്നത്, അത് അവർ ഒഫീഷ്യലി പറയും എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അന്നേരം ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവരുടെ ഒരു ഹിസ്റ്ററി വെച്ചിട്ടും മമ്മൂക്കയാണല്ലോ അൾട്ടിമേറ്റ്ലി, അതെ മമ്മൂക്കയാണ് അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കുന്ന ആൾ. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരിക്കും. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി. അത് നല്ലൊരു തീരുമാനമായിരുന്നു, നല്ല ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആയിരുന്നു അവരുടേത്. നമുക്കൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും അതിൻ്റെ ഇടപെടലുകളോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നമ്മളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇതിനകത്ത് നിന്നത്. പിന്നെ വല്ലതായിട്ട് നമ്മൾ അഡീഷണലി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ പറയുമ്പോഴും കൃത്യമായിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര നല്ല അനുഭവമായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ. Do you believe that cinema should always give answers? കാര്യം or should ask better questions? നമ്മളൊരു 10 വർഷം മുന്നേ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പം എല്ലാ ഉത്തരങ്ങളും ലഭിച്ചിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. പക്ഷെ ഒരു റീസെൻറ്റ് ടൈംസിൽ നമ്മൾ സിനിമ കാണുമ്പം വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ചിന്താഗതിക്ക് വിട്ടുകൊടുത്ത് സിനിമ അവസാനിപ്പിക്കുന്ന രീതിയിലോട്ട് മാറി. സോ വാട്ട് ഡു യു തിങ്ക്? സിനിമ ഷുഡ് ഓൾവേസ് ഗിവ് ആൻസേഴ്സ് ഓർ ആസ്ക് ബെറ്റർ ക്വസ്റ്റ്യൻസ്? അതൊരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് സിനിമ കാണുന്ന കാഴ്ചയിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ആണാൻസർഡായിട്ട് അവശേഷിക്കുന്നുണ്ടായിരിക്കില്ല. ചിലരെ സംബന്ധിച്ച് കുറേ ഉത്തരങ്ങൾ കിട്ടാതെ വന്നേക്കാം. ചിലർക്ക് കുറേ ചോദ്യങ്ങൾ പിന്നെ റീവാച്ചിലായിരിക്കും ഉത്തരം കിട്ടുന്നത്. അത് ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്. കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മുടെ ഈ പർട്ടിക്കുലർ സിനിമ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു സിനിമ ഷൂട്ടിലോട്ട് പോകുന്നതിന് മുന്നായിട്ട്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇതുപോലെ സിനിമകൾ കാണുകയും അതുപോലെ സിനിമകളുടെ പുറത്തുള്ള ചർച്ചകളൊക്കെ ഫോളോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതുപോലത്തെ കുറച്ച് ലേയേഴ്സ് പറ്റുന്ന പോലെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം കിട്ടിയത് കൊണ്ടും പിന്നെ അതിനകത്ത് ആ പ്രോസസ്സിൽ ഒരു ഹൈ ഉണ്ടായിരുന്നു ഉള്ളത് കൊണ്ടും അങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഈ സിനിമയിൽ അതുപോലെ കുറച്ച് ലേയേഴ്സ് നമ്മൾ ഒരു ഉദാത്തമായ സിനിമയാണെന്നോ എന്നുള്ള രീതി പറയുന്നില്ല. പക്ഷെ നമ്മളെക്കൊണ്ട് നമ്മുടെ ഒരു സെൻസിബിലിറ്റീസിന് നിന്നുകൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ കുറേ ലേയേഴ്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറേയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആ പ്രോസസ്സിൽ. അതിപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല. അതിൻ്റെതായ ഒരു ഹൈ ഉണ്ട് ആസ് എ ഫിലിം മേക്കർ. കാരണം ഇപ്പോഴും പൂർണ്ണമായ ആൾക്കാർ കിട്ടാത്ത ലേയേഴ്സ് പടത്തിലുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് ടൈലന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ക്ലിഫ് ഹാങ്ങർ മൂഡിൽ ഒരു ഹൊറർ മൂവീസ് ഒക്കെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലന്റ് ആണ് ഈ സിനിമയ്ക്ക്. ഹൗ ഇമ്പോർട്ടൻറ്റ് വാസ് എ ടൈലന്റ്? ടൈലന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു സിനിമ കണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന മൊമെന്റിൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പുറത്തിറങ്ങി അവർ ആ സിനിമയെ പറ്റി സംസാരിക്കാൻ പോകുന്ന അഭിപ്രായത്തിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ഡിസൈനിങ് ഫാക്ടറാണ്. ഐ എം സെഡ് ദാറ്റ് ഈ പടത്തിനകത്ത് അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്.
അതിനൊരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ചെയ്തതാണ്. അപ്പൊ ഒരു 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 ആൾക്കാർ ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ എന്തായാലും ഒരു ഹൈ കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ച് ചെയ്തതാണ്. മമ്മൂക്ക തോക്കുന്നത് കാണാൻ മലയാളികൾ ഇപ്പോഴും തയ്യാറില്ല എന്നൊരു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് ഇതുണ്ട്. ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിനെ പറ്റിയുള്ള ഒരു സൂചന കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ഹൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നില്ല. അതിനകത്ത് നമ്മൾ കാണിക്കുന്ന വിഷ്വൽസിലൂടെയും നമ്മൾ അതിന് സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്ന മ്യൂസിക്കിലൂടെയും ഒക്കെയാണ് ഇങ്ങനൊരു സൂചനകൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വേണമെങ്കിലും വാദിക്കാവുന്ന തരത്തിലുള്ള സംഗതികളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഞാനൊരു ട്രിക്കിയാണ്, അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്ത് പറയുന്നില്ല. ബട്ട് അതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. അതെ അതെ അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും സബ് കോൺഷ്യസിൽ നമ്മള് ചെറുതായിട്ട് ഉള്ളിൽ കഥാപാത്രത്തിനെ പൂർണ്ണമായിട്ടും കളയാനുള്ള ഒരു മടി നമുക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു ഹാർഡ് കോർ മമ്മൂക്ക ഫാനിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. മാത്രമല്ല ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും. ആഫ്റ്റർ വാച്ചിങ് ദ മൂവി എനിക്ക് മനസ്സിലായത് ഇതിലെ എവ്രി ക്യാരക്ടേഴ്സ്, ഇപ്പം രജിഷ വിജയന്റെ അമ്മയായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ സൗണ്ട് മാത്രമേ ഉള്ളൂ, ആ ഒരു ക്യാരക്ടർ പോലും കുറച്ച് മോറലി കോംപ്ലക്സ് ആണ്. ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാരക്ടേഴ്സിനെ ഞാൻ കളങ്കാവിൽ കണ്ടിട്ടില്ല. വാസ് ദാറ്റ് കോംപ്ലക്സിറ്റി ഇന്റൻഷണൽ? അങ്ങനെ കൈൻഡ് ഓഫ്. അപ്പൊ ഈ പറഞ്ഞത് തന്നെ അധികം പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ബട്ട് അവർക്കും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവരൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു മകളുടെ ഭാവിയെ കരുതി ഒരുപക്ഷെ മറ്റാരും അറിയാത്ത രീതിയിലോ എന്തോ ഒരു സംഗതി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് ഒരുപക്ഷെ ആ സ്ത്രീക്കും ആ മകൾക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ് അവർ ചെയ്തത്. അതാണ് ഒരു നയമായ ഒരു ഘടകമായിട്ട് വന്നിരിക്കുന്നത്. അത് അങ്ങനെ ഇന്റൻഷനലി ചെയ്തതാണ്. ആ ചെയ്ത പ്രവൃത്തി തന്നെ എനിക്ക് പരിചയമുള്ള ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് എടുത്തിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കൂല ഈ കാര്യങ്ങൾ, പക്ഷെ അതങ്ങനെ ഇന്റൻഷനലി ചെയ്തതാണ്. പിന്നെ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും വരുന്ന ഓരോ സ്ത്രീകളുമായിട്ടുള്ള മമ്മൂക്കയുടെ ഇന്ററാക്ഷൻ ആണെങ്കിലും മമ്മൂക്കയുടെ വേ ഓഫ് ബിഹേവിയർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സാറിന് ഇങ്ങനെ ക്യാമറ കണ്ടിട്ട് സാറ് തന്നെ ആസ്വദിച്ചിരുന്നിട്ട് ഉണ്ടാവാലോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളത് മറ്റേ സിഗരറ്റ് ചൂയിങ് ആ ഒരു സാധനമുണ്ട്. പിന്നെ ഗായത്രി ചുമ്മാ പെട്ടെന്ന് പറയുന്നതാണ്. അദ്ദേഹം ചെയ്ത മിക്കവാറും എല്ലാം നമുക്ക് ഭയങ്കര ഹൈ തന്ന, ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗൂസ് ബംസ് ഒക്കെ തന്നിട്ടുള്ള മൊമെന്റ്സ് ഈ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ പറഞ്ഞിട്ടില്ലാത്ത വേണമെങ്കിൽ 1-2 എലമെന്റ്സ് ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ബസ്സിൽ ചുമ്മാ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഇവിടത്തേക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്നർ തോട്ട്സും ഇന്നർ ലെയേഴ്സും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ എപ്പോഴും അദ്ദേഹം ആ ഒരു വീട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിനകത്തുള്ള കാണിക്കുന്ന മൊമെന്റ്സിലല്ലാതെ മിക്കവാറും എല്ലായിടത്തും ആ കഥാപാത്രം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ആ കഥാപാത്രം ആരെയൊക്കെ കാണുന്നു അവരോടെല്ലാം അദ്ദേഹം ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫാമിലി പോലും ബേസിക്കലി ഹീസ് എ കോൺ ആർട്ടിസ്റ്റ്. എപ്പോഴും കോണിങ് ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ സ്വന്തം വ്യക്തിത്വത്തിന്റെ പാർട്ടായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ചില മൊമെന്റ്സിൽ അത് ലൂസ് ചെയ്യാറുണ്ട്. അല്ലാത്ത സമയത്ത് തന്നെ ഇപ്പോൾ ആ സ്ത്രീയോട് സംസാരിച്ച് ആ പുള്ളിക്കാരി നടന്ന് നീങ്ങുന്ന മൊമെന്റിൽ നമ്മൾ തമ്മിൽ ഐ കോണ്ടാക്ട് ഇല്ല എന്ന് തോന്നുന്ന മൊമെന്റ്സിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സ്വത്വത്തെ ചെറുതായിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെയുള്ള ചില മൊമെന്റ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 2 എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. വളരെ ചെറുതായിട്ട് ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോകുന്ന പോലെ കാണിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഗതികളാണ്. ഇപ്പോൾ റീസെന്റ് ടൈമിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമയിലാണെങ്കിലും മുജീബ് മജീദിന്റെ സോങ് എല്ലാം തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായതാണ്. ഇപ്പൊ നമ്മൾ കളങ്കാവിലിന്റെ ട്രാക്ക് നോക്കുമ്പോഴും എല്ലാ സോങ്സും ഒരു വിന്റേജ് റെട്രോ വൈബാണ്. ഹൗ ഡിഡ് യു ഫീൽ ഈ നില പാട്ട്? ആ പാട്ട് ഹെൽപ്ഡ് ഇൻ ഫ്രെയിമിംഗ് ദ ക്യാരക്ടർ ഓഫ് മമ്മൂക്കാസ് ക്യാരക്ടർ. അത് പിന്നെ നമുക്ക് ആദ്യമേ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ആ പാട്ടിന്റെ കൺസെപ്റ്റും ആ പാട്ടിന്റെ എക്സിക്യൂഷനെ പറ്റിയുള്ള തോട്ട്സും ഒക്കെ. അത് ആദ്യമേ എങ്ങനെ വിന്റേജ് റെട്രോ ട്രാക്ക് തമിഴ് സോങ് ആയിരിക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ ഏതെങ്കിലും റെഫറൻസ് സോങ് നോക്കിയായിരുന്നു, പിന്നെ നമുക്ക് കിട്ടിയില്ല. അപ്പം എന്തായാലും ഒരു ഒറിജിനൽ സോങ് തന്നെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള തോട്ടിൽ തന്നെയാണ് ഇത് പോയത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഫിക്ഷണൽ ഫിലിമിനെയൊക്കെ പ്ലേസ് ചെയ്തതും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തോട് കൃത്യമായിട്ട് ഇദ്ദേഹം ഇതുപോലെ ഒരു പ്രത്യേക സമയത്ത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ആ സിറ്റുവേഷനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യാൻ ഈ പാട്ടിൻ്റെ സാന്നിധ്യം കൊണ്ട് പറ്റണം എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പം ഒരു കൈൻഡ് ഓഫ് ഒരു ഹൊറർ ഒരു മൂഡ്, ഒരു ആ കഥാപാത്രത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സിനെയൊക്കെ
എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മൂഡ് അതിനകത്ത് വരണം. എന്നാൽ വിൻറ്റേജ് സോങ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഇതാണ്. പിന്നെ നമുക്കറിയാം പിന്നെ ഒന്ന് രണ്ട് പിന്നെ പ്രധാനപ്പെട്ട സമയത്ത് ഈ പാട്ട് കൊണ്ടാണ് ആൾക്കാർക്ക് ഈ പ്രത്യേക സംഗതികൾ കൺവേ ആകുന്നത്. പടത്തിനോട് അവസാനം ആകുമ്പോഴത്തേനും ഒരു സംഗതി, ഒരു ട്രാപ്പിൻ്റെ സൂചനയും ഒരാളുടെ സാന്നിധ്യത്തിൻ്റെ സൂചനയൊക്കെ ഈ പാട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് പാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജീവിതം കൃത്യമായിട്ട് നമ്മളെന്താണോ വിചാരിച്ചത് അത് അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയ എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി അത് ഡെലിവറി. ബിഫോർ വാച്ചിങ് ദ മൂവി നമ്മൾ ആ സോങ് കേൾക്കുമ്പോഴും ആഫ്റ്റർ വാച്ചിങ് ദ മൂവി സോങ് കേൾക്കുമ്പോഴുള്ള ഇമ്പാക്റ്റും ഡിഫറെന്റ് ആണ്. അതെ. പിന്നെ നമുക്കൊരു ഭയങ്കര റെട്രോ തമിഴ് വൈബ് അടിക്കും. പിന്നെ നമുക്കൊരു നമ്മളെ തന്നെ ഹൗണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അത് മുജീബിന്റെ അതാണ്. നല്ല സിംഗറും കിട്ടിയാല് പിന്നെ വിനായകണ് പാട്ട് നന്നായിട്ട് എഴുതി. സിംഗറിന്റെ ഫസ്റ്റ് സോങ് ഒരു ട്രാക്ക് പാടി അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് അങ്ങനെ എന്തുകൊണ്ടും എല്ലാ എലമെന്റ്സും അങ്ങനെ മ്യൂസിക്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ലോജിക്കൽ ഇതിന് സെൻസിബിലിറ്റീസിനൊക്കെ അപ്പുറത്ത് ഒരുപാട് എലമെന്റ്സ് വന്ന് ചേർന്നാലാണ് നല്ലൊരു പാട്ട് ജനിക്കുന്നത്. അതെന്തോ ഭാഗ്യത്തിനെല്ലാം കൂടെ പിന്നെ മുജീബിന്റെ ഇതാണ് എന്തായാലും. തീരെ എക്സ്പ്രസീവ് അല്ലാതെ അണ്ടർപ്ലേ ചെയ്തിട്ട് ഏതെങ്കിലും സീൻ കൂടുതൽ എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ ആ സീനിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ പവർ നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് അണ്ടർപ്ലേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സീൻ ഉണ്ടാവും? അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. അത് മിക്കവാറും കൂടുതലും എനിക്ക് തോന്നുന്നു വിനായകൻ ചേട്ടൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ സീൻസിലാണ് കൂടുതലും. അത് മീൻസ് ഒരുപാട് സമയത്ത് അദ്ദേഹം പിന്നെ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇപ്പം പല ഇൻവെസ്റ്റിഗേഷൻ്റെ പല മൊമെൻറ്റ്സിലാണെങ്കിലോ അല്ലെങ്കിൽ ചില വ്യക്തികൾ കള്ളം പറയുന്നു, അതായത് എന്നോട് സംസാരിക്കുന്ന ആൾ കള്ളം പറയുകയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുന്ന സമയത്ത് പോലും അതിനനുസരിച്ച് എക്സ്പ്രസ് ചെയ്യാതെ അണ്ടർപ്ലേ ചെയ്യുന്ന അത് ആ കഥാപാത്രത്തിന് ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സ് ഉള്ള അവസാനം മാത്രം കുറേ എലമെൻറ്റ്സ് ഒക്കെ പുറത്തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം കോൺഷ്യസ്ലി ഫുള്ള് പിന്നെ ഒരു അണ്ടർപ്ലേ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത് ആ കഥാപാത്രത്തിൻ്റെയാണ് എനിക്കൊന്ന് പ്രത്യേകിച്ച് പിന്നെ ആ ബീച്ചിനടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് ഒരാളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം നല്ലപോലെ അണ്ടർപ്ലേ ചെയ്തിട്ടാണ് തോന്നുന്നു. അതെ, ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് ഹീറോയിക്കോ അല്ല, അങ്ങനെ ആ ഒരു ഇത് എന്താണ് ബാലൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ്. അതെ അതെ, ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് പോയി നമുക്ക് പിന്നെ നേരി പരിചയം നമ്മൾ സംഹൗ വി ഹാവ് ടു റൂട്ട് സംവേ എന്നുള്ള, അതായത് നെറേറ്റീവ് സ്ട്രക്ചർ കുറച്ച് കോംപ്ലക്സ് ആണ്, പെട്ടെന്ന് അങ്ങനെ തോന്നില്ല. പക്ഷെ കുറേ നോൺ ലീനിയർ എലമെന്റ്സും ഇങ്ങനെ കയറിയാണ് പോകുന്നത് പടത്തിൽ. അപ്പം നമ്മൾ ഈ കഥാപാത്രങ്ങളിലും അതുപോലെ കഥാസന്ദർഭങ്ങളിലും പറ്റുന്ന പോലെ റിയലിസ്റ്റിക് ആക്കാനൊരു ശ്രമം ബോധപൂർവ്വം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറേയൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെയൊക്കെ റെഫറൻസും ആക്കി വെച്ചിട്ടൊക്കെയാണ് അങ്ങനെ നോക്കിയത്. അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചതാണ്. ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഇൻ കുറുപ്പ് ആൻഡ് ഡയറക്ടർ ഇൻ കളങ്കാവൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് ക്യാരക്ടേഴ്സായിട്ട് ഉണ്ടാവുന്ന ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദ റിലേഷൻഷിപ്പ് ദാറ്റ് യു കീപ് ഫ്രം ദ ക്യാരക്ടേഴ്സ് ഇൻ ദ മൂവി ദാറ്റ് യു ഡയറക്ട്. ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു? അത് അൾട്ടിമേറ്റ്ലി സിനിമ ഇപ്പോൾ എല്ലാ സിനിമയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് വേരിയസ് ഡിസൈനിങ് ഫാക്ടേഴ്സ് ഉണ്ട് സിനിമയെ ടോട്ടാലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് എ ഡയറക്ടർ എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പം ആസ് എ റൈറ്റർ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ റൈറ്റേഴ്സിന് എപ്പോഴും പറയാറുള്ള സംഗതിയുണ്ട്, അവരുടെ മനസ്സിൽ കാണുന്ന സിനിമ ആയിരിക്കില്ല അത്, അതിനകത്ത് വ്യത്യാസങ്ങൾ. പക്ഷെ അതങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എപ്പോഴും റൈറ്റേഴ്സ് ദേ ആർ ആക്ടിങ് ആസ് എ റിസോഴ്സ് മെറ്റീരിയൽ. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഡയറക്ടറുടെ മനസ്സിലുള്ള ഒരു സിനിമേനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് റൈറ്റേഴ്സിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി കഥ ജനിക്കുന്നത് അവിടെ ആയിരിക്കാം, കഥാപാത്രങ്ങളുടെ ജനനം അവിടെ ആയിരിക്കാം, ഒക്കെ ആണെങ്കിൽ പോലും ഡയറക്ടേഴ്സ് കോളാണ്. അപ്പം അതിനകത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഞാൻ ആദ്യം മുതൽ ഇരുന്നത്. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്, അത് ഭയങ്കരമായ വ്യത്യാസമാണ്. അത് അങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിലൊന്നും പറയുന്നതല്ല. ആ സിനിമ ആ രീതിയിൽ വന്നതും അത് സക്സസ് ആയതും ഒക്കെ ആ സംവിധായകൻ്റെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും അങ്ങനെയല്ല. നമ്മളിപ്പം ഓരോ ചെറിയ കഥാപാത്രങ്ങളിൽ തുടങ്ങി അവരുടെ മാനസിക വ്യവഹാരങ്ങളാണെങ്കിലും അത് അവർ പുറത്ത് ഇമോട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാത്തിനകത്തും നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു സേ ആണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അത് എല്ലാ സിനിമയിലും ബാധകമാവണമെന്നില്ല, ബട്ട് അതാണ് അതിന്റെ ഒരു ഐഡിയൽ ഇതെന്ന് തോന്നുന്നു. വർക്കിംഗ് വിത്ത് മമ്മൂക്ക ആൻഡ് വർക്കിംഗ് വിത്ത് DQ രണ്ടുപേര് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇവർ ഭയങ്കര സിമിലർ ആണ് അല്ലെങ്കിൽ ഭയങ്കര ഡിസിമിലർ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് പറയുന്നതിലും എനിക്ക് ഒരു പരിമിതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് രണ്ടിലും രണ്ട് റോൾസാണ് ഞാൻ ചെയ്തത്.
പക്ഷെ കുറെ എനിക്കൊന്ന് പ്രൊഫഷണലിസവും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. പക്ഷെ ആക്ടിങ്ങിന്റെ ഒരു സ്റ്റൈലിലും ഒരു അതിന്റെ ഒരു മെത്തേഡിലും ഒക്കെ എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട്. അത് രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ അഭിനയത്തെ സമീപിക്കുന്നവരായിരിക്കാം. അതിന് ഒരു പരിധിക്കപ്പുറം എനിക്ക് പറയാൻ പരിമിതിയുണ്ട്. ബട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാലും എൻ്റെ അഭിപ്രായത്തിന് ഈ പറഞ്ഞ രീതിയിൽ ഒരു പരിമിതിയുണ്ട്. അതിന്റെ ആധികാരികതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഡു യു തിങ്ക് ദാറ്റ് സിനിമ ഷുഡ് ജഡ്ജ് ക്യാരക്ടേഴ്സ് ഓർ ഷുഡ് ഒബ്സർവ് ദം? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പം ലൈക്ക് ആൾക്കാർ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോലത്തെ ഒരുപാട് ജഡ്ജ്മെൻറ്റ്സിന് വിധേയമാകുമ്പം ഇതിന് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരുപാട് ഫിൽറ്ററിങ് നടത്തേണ്ടി വരും. ഇപ്പം സാർ ആണെങ്കിൽ പോലും ഈ സിനിമ ചെയ്തപ്പം ലൈക്ക് ഭയങ്കര അവെയർ ആയിരിക്കും ഓരോ സീൻ ചെയ്യുമ്പോഴും. എത്രത്തോളം ഡിഫിക്കൽട്ടാണ് നമ്മൾ ജസ്റ്റ് ഇത്രയും ജഡ്ജ് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ? അത് ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാൽ അതൊരു നമ്മുടെ ടോട്ടൽ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു പോസിറ്റീവ് എവല്യൂഷൻ എന്തായാലും നടക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് ഇത്തരം ഡിസ്കഷൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ആൾക്കാരെ ഇപ്പം നമ്മുടെ കൂടെയുള്ള പിയർ ഗ്രൂപ്പിൽപ്പെട്ട ഫ്രണ്ട്സിനെ പോലും നമ്മൾ കളിയാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മാനദണ്ഡങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ആ ഒരു അവയർനെസ് ഉണ്ടായത് ഇത്തരത്തിൽ ഇപ്പോൾ അതിനകത്ത് ഒരു എലമെന്റ് സിനിമകളിനകത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ പറഞ്ഞ് ആൾക്കാരെല്ലാം സെലിബ്രേറ്റ് ചെയ്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് നടന്ന ചർച്ചകളും ഒക്കെ ഇതിനകത്ത് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മൾ ഇപ്പം ആരായാലും സിനിമ ഇപ്പോൾ എഴുതുമ്പോൾ ആ കാര്യത്തിലൊക്കെ കോൺഷ്യസ് ആവാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ജോക്സ് എഴുതുമ്പോഴാണെങ്കിലും കഥാപാത്ര നിർമ്മിതിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെ കോൺഷ്യസ് ആയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയും വിമർശനം വരുമെന്നൊരു ഒരു ബോധ്യം ഉണ്ട്. പക്ഷെ അത് ഒരു ഉത്തരവാദിത്തമായിട്ടേ കാണുന്നുള്ളൂ. അതൊരു ഒരു കൺസ്ട്രെയിനായിട്ട് കാണുന്നില്ല. കാരണം അത് എനിക്കൊന്നും ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്സോ എന്തുമാത്രം എക്സ്പ്രസ് ചെയ്യാതിരുന്നാലും അത് എങ്ങനെയാലും തികട്ടി വരും എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഇവിടെ നമ്മുടെ സെൻസിബിലിറ്റീസിൽ നിന്നുകൊണ്ട് എന്നാൽ നമുക്ക് എന്തായാലും സിനിമാറ്റിക്കലി ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരുപാട് കഥാപാത്രങ്ങൾ എന്തായാലും വരും. ഇത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ആ രീതിയിൽ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആംഗിൾസിൽ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ ഇന്നത്തെ കാലത്തിലേക്ക് ഇപ്പം ആർട്ട് ഫിലിംസ് പോലത്തെ സിനിമ ചെയ്യുന്ന ആൾക്കാരുടെ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് IFFK പോലത്തെ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ ബീഫ് പോലത്തെ സിനിമാസൊക്കെ ബാൻ ചെയ്യപ്പെടുന്നു. അത് ലൈക്ക് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് അല്ലെങ്കിൽ അതിനെ സാർ എങ്ങനെ നോക്കി കാണുന്നത്? അത് പിന്നെ കുറേയൊക്കെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി, നമ്മളിപ്പോൾ ആര്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഫുള്ളി ഇവോൾവ് ആയിട്ടുള്ള സൊസൈറ്റി എന്നൊരിക്കലും നമുക്ക് പറയാൻ ഇപ്പം നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ സൃഷ്ടിച്ചിട്ടുള്ള അതിർത്തികളുണ്ട്. അപ്പോൾ ഒരു അതിർത്തി അപ്പുറത്ത് പോയി കഴിയുമ്പോൾ ലീഗൽ എന്ന് പറയുന്ന കുറേ സംഗതികൾ ഇവിടെ ഇല്ലീഗലായിരിക്കും. അത് സൊസൈറ്റിയുടെ ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിക്രിയയോ എന്തൊക്കെയാണ്. ഇത് മാറിക്കൊണ്ടിരിക്കും, ഗ്രാജുവലി മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമുക്കിപ്പം ജനറലി തന്നെ നമുക്കൊരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഏതെങ്കിലും ഒരു മീഡിയയിൽ ഇരുന്നിട്ട് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിപ്പോഴും ഇല്ല. എസ്പെഷ്യലി ഇപ്പോൾ ഏതെങ്കിലും മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഉള്ള ചില സങ്കല്പങ്ങളെ അത് സർക്കാസ്റ്റിക്കലി പോലും നമുക്ക് പറയാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മൾ ചിലപ്പോൾ അടുത്ത ദിവസം ജയിലിലാവും. അത് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളായിരുന്ന ആൾക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ക്രിമിനൽസ് ആയിരുന്നു. ഇപ്പം അത് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഇതും മാറുമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ഈ പറഞ്ഞ ചോദ്യത്തിലെ പറഞ്ഞ സംഗതികൾ അത് പ്രശ്നങ്ങൾ തന്നെയാണ്. ബട്ട് അത് സമൂഹത്തിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. അത് മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സെർച്ച് ചെയ്ത 2 സിനിമയാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. സോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയിൽ നിന്ന് ഒരു മൂവി ബിൽഡ് ചെയ്തെടുക്കുന്നതാണോ, ഒരു പുതിയ ത്രെഡ് വെച്ചിട്ടൊരു പുതിയ മൂവി ബിൽഡ് ചെയ്തെടുക്കുന്നതാണോ സാറിൻ്റെ ഇതിൽ ഈസി എളുപ്പം പുതിയ ഫിക്ഷണൽ പരിപാടി ചെയ്യുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് രണ്ടും സംഭവിച്ചത് അതിൻ്റെ ഈസിനെസിൻ്റെ പുറത്ത് സംഭവിച്ചതല്ല. കുറെ ക്രൈം ഡ്രാമാസും ക്രൈം ത്രില്ലേഴ്സിനോടും അങ്ങനത്തെ ക്യാരക്ടേഴ്സിനോടും ഒക്കെ ഉള്ള ഒരു താല്പര്യത്തെക്കാളുപരി അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് നടത്തിയ അന്വേഷണങ്ങളിൽ കോയിൻസിഡൻഷ്യലി വന്ന് ചേർന്നതാണ് ഇത്.
പിന്നെ അതിനേതായ വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി അതിനകത്തുണ്ട്. സൊസൈറ്റി കുറച്ച് ജഡ്ജ്മെന്റൽ ആയിരിക്കും. അതുമാതിരി ഗ്യാരണ്ടീഡ് വ്യൂവർഷിപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആൾക്കാർക്ക് ഇത് അറിയാനുള്ള ഒരു കുറിപ്പിന്റെ അവസാനം നമുക്കറിയാത്ത എന്തെങ്കിലും കാണുമോ എന്നുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. എന്നാൽ പിന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് അർബൻ ലെജൻസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ചില സംഗതികളാണ്. ഈ പറഞ്ഞ 2 ഇൻസിഡൻസ് ആണെങ്കിൽ അവർ അവിടുന്ന് ഇവിടുന്നുള്ള മീഡിയാസിൽ നിന്നും ആൾക്കാർ നിന്നൊക്കെ അറിഞ്ഞറിഞ്ഞ് എല്ലാവർക്കും ഓരോ ഇമേജസ് അവരുടെ മനസ്സിൽ ഈ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ജഡ്ജ്മെന്റൽ ആംഗിളിൽ തന്നെ ആയിരിക്കും ഒരു സിനിമ കാണുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് വെല്ലുവിളിയാണ്. എന്നാൽ ഈ പറയുന്ന പോലത്തെ ഒരു പോസിറ്റീവ് സംഗതിയും അതിനകത്തുണ്ട്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ട്രിക്കിയാണ്. ബട്ട് മറ്റേതാണ് ഇച്ചിരി എളുപ്പം തോന്നുന്നു. ഏത് പോയിന്റിലാണ് സാറിന് ഈ മൂവി ഡയറക്റ്റ് ചെയ്യാന്ന് തോന്നിയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഇതുപോലെ ഈ കഥാപാത്രത്തിന് വേറൊരു സ്വഭാവം, ഒരു പ്രൊഫഷണൽ ലൈഫിൽ വേറൊരു സ്വഭാവം നൽകിക്കൂടെ എന്നൊരു ചോദ്യത്തിൻ്റെ പുറത്ത് നമ്മൾ തിരിച്ചു നടന്ന യാത്രയിൽ ചുമ്മാ നമുക്ക് അന്നേരവും താല്പര്യം തോന്നിയില്ല സജഷൻ. പക്ഷെ ആ സജഷൻ്റെ പുറത്ത് ആണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 മൊമെന്റ്സിനെ പറ്റി ഒരു തോട്ട് വന്നായിരുന്നു. ആ സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ മൊമെന്റ്സിൽ പുറത്ത് തോന്നിയ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അന്നേരമാണ് ശരിക്കും ഇത് സിനിമ ഡയറക്റ്റ് ചെയ്യുക. അന്നേരമാണ് ഞാൻ ജിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ തന്നെ ചെയ്യാം എന്ന് പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ്. അന്നേരം ആ സിനിമയിൽ തോന്നിയ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ആണ്. ഇപ്പം ഈ സ്റ്റാൻലി ദാസിന് കഥാപാത്രത്തിനെ പോലീസാക്കാം, അല്ലെ ടീച്ചർ, നമ്മൾ ട്രൂ സ്റ്റോറി സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ടീച്ചറിന്റെ റോളിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാക്കാം എന്നൊരു ഐഡിയ തോന്നാനുള്ള റീസൺ അതാ കർണാടകയിലെ ഇൻസിഡന്റ് അല്ല. ആ ഇൻസിഡന്റിനും കൂടെ അങ്ങനെ ആ ഇൻസിഡന്റ് അല്ല ഇതിന്റെ റീസൺ. ഇത് മറ്റേ ഞാൻ പറഞ്ഞ കൃഷ്ണമൂർത്തി ചേട്ടൻ പറഞ്ഞ ഒരു സജഷന്റെ പുറത്താണ് ഇത് വരുന്നത്. പക്ഷെ പിന്നെ നമ്മുടെ അന്വേഷണത്തിലാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും അതിനകത്ത് അങ്ങനെ ഒരാളുടെ പ്രസൻസ് കൊണ്ട് ടോട്ടൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാത്തിനെയും ഇതാക്കിയ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നൊക്കെ പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് ഒരു ഗ്രാജുവലി സംഭവിച്ച ഒരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. തിരിഞ്ഞു നോക്കുമ്പം വാട്ട് ഡിഡ് കുറുപ്പ് ടോട്ട് യു ഇത് ഇങ്ങനത്തെ ഒരു മൂവി ചെയ്യാൻ? കുറുപ്പ് ടോട്ട് യു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് തോന്നുന്നത്, ഇപ്പം കുറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു റൈറ്ററായിട്ടും അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുമാണ് അതിനകത്ത് വർക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ മൈൻഡിൽ ഒരു സിനിമാ സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഉപരി അതിനകത്ത് സംവിധായകൻ്റെ മനസ്സിലുള്ള ഒരു സിനിമാ സങ്കല്പമാണ് അതിനകത്ത് ഫൈനൽ വരുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ തോട്ട്സിനുള്ളിൽ തന്നെ നിൽക്കാതെ എപ്പോഴും തുറവിയുണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അന്നേരം തോന്നിയായിരുന്നു. അപ്പം കൂടുതലും നമ്മുടെ ഈ സിനിമയുടെ ഒരു യാത്രയിൽ ഒരുപാട് പേരുമായിട്ട് സിനിമയെ പറ്റി സംസാരിക്കേണ്ടി ഡിസ്കസ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അന്നേരം മാക്സിമം നമ്മൾ ഈ ഒരു തുറവിയുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഓപ്ഷൻസും കാണും. ഇപ്പോൾ A-B 2 പോയിന്റ്സിൻ്റെ ഇടയിൽ നമ്പർ ഓഫ് വേസ് പോകാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഈ നമ്പർ ഓഫ് വേസ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതിൽ നിന്ന് ഏത് നമ്മൾ പിക്ക് ചെയ്യണം എന്നുള്ള ജഡ്ജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പിടിച്ച് നിൽക്കാതെ ഒരുപാട് പേര് പറയുന്ന ഒപ്പീനിയൻസ് കേട്ടാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള സിനിമാ സങ്കല്പം കുറച്ചും കൂടെ ബെറ്റർ ആയെന്നിരിക്കാം. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നിയായിരുന്നു. അതിപ്പോഴും നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. മമ്മൂക്കയുടെ വാട്ട് ആസ്പെക്ട് ഓഫ് മമ്മൂക്കാസ് പ്രിപ്പറേഷൻ അത് താങ്കളെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചത്? ലൈക്ക് ആസ് എ സിനിഫൈൽ, എ പേഴ്സൺ ഹു എൻജോയ്സ് മൂവി, മമ്മൂക്കയുടെ എന്ത് പ്രിപ്പറേഷൻ ആസ്പെക്ട് ആണ് താങ്കളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത്? ഒന്ന് ഈ സിനിമയുടെ ബേസിൽ പറഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് അവരുടെ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു വൈബ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി സിനിമ ഒരു കൈൻഡ് ഓഫ് ഒരു എക്സൈറ്റ്മെന്റിലാണ് അദ്ദേഹം ത്രൂ ഔട്ട് ചെയ്തിരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് സംഭവിക്കുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അദ്ദേഹത്തെ പോയി കണ്ട് ഒരു സീനിന് മുമ്പ് നമ്മുടെ ഷോർട്ട് ഡിവിഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തി അദ്ദേഹം അവിടെ അദ്ദേഹം ആ ഷോട്ടിന് റെഡിയായിട്ട് വരുന്ന സമയത്തിനിടയിൽ തന്നെ അദ്ദേഹം അത് മനസ്സിലിട്ട് ആ ഷോർട്ട് ഡിവിഷൻ്റെ അകത്ത് നിന്ന് എങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ വിചാരിക്കാത്തൊരു സംഗതി ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടിലാണ് അദ്ദേഹം വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ മൊമെന്റിൽ അദ്ദേഹം ഒന്ന് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഇൻപുട്സ് നമുക്ക് തുടരെ കിട്ടുന്നുണ്ടായിരുന്നു. ആ പ്രോസസ്സിൽ ഒരു പ്രത്യേകതരം സുഖം അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് തോട്ട്സ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ പോകുന്നതുകൊണ്ട്
അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാലിബറുള്ള അസാധ്യ നടനും കൂടെയാണ്. അപ്പോൾ ഈ എല്ലാ എലമെൻസും കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്പുട്ട്സ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവർ എന്ത്യൂസിയാസിയും ഇങ്ങനെ ക്യാരി ചെയ്ത് പോകുന്നത് ഈ പ്രായത്തിൽ ഇത്രയും നമ്പർ ഓഫ് സിനിമസ് എല്ലാം കഴിഞ്ഞിട്ടും ആ ഹൈയിലാണ് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ കുറേ പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി മാറി എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം പിന്നെയും തുടർ സിനിമകളുടെ ചർച്ചകളിലും തോട്ട്സിലുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് അതാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നുന്നത്. ഞാനിങ്ങനെ വായിച്ചിരുന്നു, കാണുകയും ചെയ്തിരുന്നു, മമ്മൂക്കയാണ് ഈ വില്ലൻ റോൾ ചെയ്യാമെന്ന് ഡിസിഷൻ എടുത്തത്. അതെങ്ങനെ, ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഇങ്ങനെയുള്ള എലമെന്റ്സിനെ പറ്റിയൊക്കെ അറിയാം. അപ്പം ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്നാണ് ഒരു സാഹചര്യം വിളിച്ചിട്ട് മമ്മൂക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത്രയും ദിവസം നമ്മുടെ മൈൻഡിൽ നേരെ തിരിച്ചാണ് ഇരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കേട്ടപ്പോഴത്തേനും അതങ്ങനെ ശരിയാകുമെന്നൊരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നെ ഇരുന്ന് ആലോചിച്ച് നമ്മൾ വിവേകേട്ടൻ അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിച്ചപ്പോഴത്തേനും നമ്മൾ മൈൻഡിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു തോട്ട് പെട്ടെന്ന് ബ്രേക്ക് ആവുന്നതിൻ്റെതാണ്. അത് മാറ്റി വെച്ചിട്ട് ചുമ്മാ ചിന്തിക്കുന്നൊക്കെയാണ് വിവേകേട്ടനൊക്കെ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം പെട്ടെന്ന് നമ്മുടെ തോട്ട് പ്രോസസ് ഫ്ലിപ്പായി. അതായത് ഇതാണല്ലോ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടി, ഇതാണല്ലോ കുറെ കൂടെ സാധ്യത. കാരണം മമ്മൂക്കയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും വരില്ല എന്ന് അങ്ങനെ തന്നെയാണ് പിന്നെ സംഭവിച്ചത്. ഞാൻ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ ഒരു റൂമറൊക്കെ ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കളങ്കാവിൽ? അത് അങ്ങനെ ഭീകരമായ ഡിഫറൻസ് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ബേസിക് പരിപാടിയൊക്കെ ഇതാണ്. പക്ഷെ നമ്മൾ ഈ കഥാപാത്രങ്ങൾ അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരും മാറുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. അത് അതിൻ്റെതായ കഥാപാത്ര നിർമ്മിതിയിലുള്ള മാറ്റങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ കഥാഗതിയിലോ അങ്ങനെയുള്ള പരിപാടികളിൽ ഒരു വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് അതിനകത്ത് എല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഒരു കഥാപാത്രത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താരതമ്യങ്ങൾ നടത്തും. അതൊരു ഒരു പ്രസക്തമുള്ള ഒരു സംഗതി ആണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരാൾ ഇതിനോട് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റീറൈറ്റിംഗ് പ്രോസസ്സ് അതിനകത്ത് സംഭവിക്കും പാരലായിട്ട്. നമ്മുടെ സിനിമ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ റീറൈറ്റ് ചെയ്തപ്പെട്ട സംഗതി ആ കഥാപാത്ര നിർമ്മിതി നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇത്രയും കാലം അവരുടെ എല്ലാ സിനിമകളും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ട് നമ്മുടെ മൈൻഡിൽ രൂഢമൂലമായിരിക്കുന്ന ചില തോട്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് പിന്നെ അതിനകത്ത് വരും. അങ്ങനത്തെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ സ്ട്രക്ചറിനെ അങ്ങനെ വിനായകൻ സർ എങ്ങനെയാണ് ഈ മൂവിയിലോട്ട് വന്നത്? അത് ഈ പറയുന്ന നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ചിന്തിച്ച് ഇങ്ങനെ പല ചർച്ചകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് അടുത്ത് നിന്നാണ് ഇങ്ങനെ ഒരു സജഷൻ വരുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ മൈൻഡിലും ഒരു കുറച്ച് ദിവസം മുന്നേ അസോസിയേറ്റീവ് സംസാരത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഇങ്ങനെ അതൊരു നല്ലൊരു ഐഡിയ ആണ് തോന്നിയത്. പക്ഷെ ഇങ്ങനെ ഒരു സജഷൻ വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് അതിനകത്ത് തന്നെ ചിന്ത കൂടുതൽ പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു വൈവിധ്യവും അതിനകത്ത് നല്ല പെർഫോമൻസുകളുടെയൊക്കെ പുറത്ത് ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് കയറി വന്നായിരുന്നു. അത് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടില്ലാത്തൊരു ട്രൈറ്റിലുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയും ഒരു പുതുമയൊക്കെ വന്നേക്കാമെന്ന് തോന്നിയായിരുന്നു. അങ്ങനെ ആണ് അദ്ദേഹത്തെ സമീപിച്ച് സംസാരിച്ച് നോക്കിയത്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ഓഫേഴ്സും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം കാരണം ജയിലറൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്നിട്ട് എങ്ങനെയോ അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. എങ്ങനെയാണ് അദ്ദേഹം വരുന്നത്, അത് നമ്മുടെ ഒരു ഭാഗ്യം. ഇപ്പോൾ ബേസിക്കലി ഒരു ട്രഡീഷണൽ മോറൽ ബാരിയർ ആണ് നമ്മൾ ബ്രേക്ക് ആയിട്ടുള്ളത്. ഇപ്പോൾ നടൻ ആര്, ഹീറോ ആരാണ് എന്ന് നോക്കി സിനിമ കാണുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഇവിടെ എക്സിസ്റ്റ് ചെയ്തത്. വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഞാനിതൊരു സിനിമ കണ്ടിട്ടില്ല ഒരു സമയം വരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ഒരു മൂവി ഇറക്കുക. ആൻഡ് ഡു യു തിങ്ക് ദാറ്റ് മലയാളി ഓഡിയൻസ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അൺലേൺ ചെയ്തിട്ടുണ്ടാവും എന്ന് ബിലീവ് ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഇതുപോലെ മുന്നേയും ഇതുപോലത്തെ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ആൾക്കാർ കുറെ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു അക്സെപ്റ്റൻസ് നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അവസാനം ഈ കഥാപാത്രത്തിനെതിരെ ആൾക്കാർ നിൽക്കുന്നത് തിയേറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റി. അപ്പം ആ മൊമെന്റിലാണ് നമുക്കും ഒരു ആശ്വാസം ഇതൊക്കെ വന്നത്. ആദ്യമേ ഒരു നെഗറ്റീവ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അവസാനമായപ്പോഴത്തേനും ആ ചിന്താഗതി ഒന്ന് മാറിയായിരുന്നു. അതിലൊരു സന്തോഷവും സംതൃപ്തിയും തോന്നി. സത്യമാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള എല്ലാ ത്രില്ലർ മൂവീസും ഒക്കെയും ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആൾക്കാരും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അങ്ങനത്തെ ഒരു മൂവി കാണാൻ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് യു ഡിസൈഡഡ് ടു ഷോ എ ചാപ്റ്റർ വൈസ് നറേഷൻ. ഒരു ക്യാപ്റ്റൻ മൗസ് ഗെയിം പോലെ സ്റ്റാർട്ടിങ് തൊട്ടേ വി ന്യൂ ഹൂ ഇസ് ദ വില്ലൻ, ഹൂ ഇസ് ദ ഹീറോ. അപ്പോൾ അങ്ങനത്തെ ഒരു നറേറ്റീവ് സ്റ്റൈല് ചൂസ് ചെയ്യാനുള്ള കാരണം?
ബേസിക്കലി ഇപ്പം നമ്മളിപ്പം പറഞ്ഞ പോലെ ഹൂഡണിറ്റ് എന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മിക്കവാറും നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ കോംപ്ലക്സ് ആയിട്ട് പോയാലും ഹൂഡണിറ്റ് എന്ന് അവസാനം നമ്മൾ റിവീൽ ചെയ്യുന്നതിൽ ഇപ്പം അതിൻ്റെ ഒരു സാച്ചുറേഷൻ എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ആരെ കാണിച്ചാലും ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഇപ്പം പണ്ട് ഇപ്പം നമ്മളെന്താ പറയുന്നത്, ഇപ്പം ടൈഗറിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ട്രൂത്തിന്റെ ക്ലൈമാക്സ് കിട്ടുന്ന ഹൈ ഇപ്പം അങ്ങനെ കിട്ടുമെന്ന് സംശയമുണ്ട്. കാരണം അത് അത്രയും ഇതായി എന്നുള്ളതുകൊണ്ടാണ്. അതിനേക്കാളൊക്കെ ഉപരി ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ഫോഴ്സുകൾ ഒന്ന് പറയുന്നത് ഈ കഥാപാത്രവും കഥാപാത്രത്തിന്റെ നിർമ്മിതിയും അതിന്റെ ഡെവലപ്മെന്റും ഒക്കെയാണ് മമ്മൂക്ക ചെയ്ത കഥാപാത്രം. അപ്പൊ അത് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ആദ്യം മുതലേ ഇദ്ദേഹത്തെ കാണിച്ചെങ്കിൽ അതിന് പറ്റത്തുള്ളൂ. അതിനേക്കാൾ ഉപരി ഈ ഹൂഡണിറ്റ് എന്നെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഈ കാറ്റ് ആൻഡ് മൗസ് എന്നുള്ള ഒരു പരിപാടികൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാം എന്നുള്ള ഒരു തോട്ടിന്റെ പുറത്ത് തന്നെയാണ്. യു മെയ്ഡ് എ വെരി ബോൾഡ് ഡിസിഷൻ ബൈ നോട്ട് ഷോയിങ് ദ ബറിയൽ സീൻസ്. ഈ സിനിമയിൽ നമ്മൾ ഇത്രയും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ബറിയൽ സീൻ പോലും കാണിച്ചിട്ടില്ല. അത് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എടുത്തിട്ട് പിന്നെ എഡിറ്റിംഗ് ഫേസിൽ ഇല്ലാണ്ടായതാണോ, അതോ വെരി ഷുവർ ദാറ്റ് ഇത് കാണിക്കണ്ട? ഇല്ല, അങ്ങനെ ഇതിനകത്ത് എഡിറ്റിംഗ് ടൈമിൽ അങ്ങനെ സീൻസ് ഒന്നും പോയിട്ടില്ല. ശരി, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഒന്ന് രണ്ട് ചെറിയ സീൻസ് മീൻസ് അത് ഡയലോഗ് പോർഷൻസ്, അതല്ലാതെ നമ്മൾ എഡിറ്റിംഗ് പാറ്റേണിൽ വന്നപ്പോൾ അല്ലാതെ മെർജായി വന്നപ്പം ഒരു സീനിൻ്റെ ചെറിയ ഒന്നൊരു ഡയലോഗ് പോർഷൻ പോയതല്ലാതെ വേറെ ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അത് ആദ്യമേ അങ്ങനെ, കാരണം ഇപ്പം നമ്മൾ ബറിയൽ ഇപ്പം നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കാണിച്ചാലും അതിനകത്ത് എക്സൈറ്റ്മെന്റ്സ് കിട്ടുമോ എന്നതിന് ഒരു സംശയം തോന്നിയായിരുന്നു. നമ്മളിപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് എന്തെങ്കിലും ആയിരിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താണ് ചെയ്തതെന്ന്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ സൂചനകൾ നമ്മൾ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ചില മെറ്റീരിയൽസിൻ്റെ വിഷ്വൽസിലൂടെയും അദ്ദേഹത്തിന് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചില സൂചനകൾ തരുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നുള്ളത് കൊണ്ട് ഒരു അഡീഷണൽ ഇൻഫർമേഷനോ ഹൈയോ കിട്ടും എന്ന് തോന്നിയിരുന്നില്ല. അത് ആദ്യമേ എടുത്ത തീരുമാനം തന്നെയാണ്. ആർട്ട് ഡയറക്ഷൻ അപ്രോച്ച് എങ്ങനെയായിരുന്നു? കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, 2009 കാലഘട്ടത്തിലെ സിനിമകൾ ഒരു ചെറിയ വിൻറ്റേജ് വൈബാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2025 നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവീനെ ആർട്ട് ഡയറക്ഷൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? നമ്മുടെ ആർട്ട് ഡയറക്ഷൻ ചെയ്തത് ഷാജി നടുവിൽ അദ്ദേഹമാണ്. അദ്ദേഹം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആദ്യം തന്നെ ഫുൾ സ്ക്രിപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോയായിരുന്നു. അപ്പം തന്നെ നമ്മൾ മാക്സിമം ഈ ഒരു പീരീഡാണ്, അപ്പം ഒരു കുറച്ച് 2005-06 പീരീഡിൽ നിന്ന് തുടങ്ങി 12 വരെ പോകുന്നൊരു സമയം, പിന്നെ 12 തുടങ്ങി മുന്നോട്ട് പോകുന്നൊരു സമയം, പിന്നെ ഒരു മൊമെന്റിൽ ഇത് രണ്ടും മെർജായി ഒരുമിച്ച് പോകുന്നു. ഇങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ടൈം ലൈൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ പോർഷൻസ്, വണ്ടികൾ, ഇങ്ങനെയുള്ള സാധനത്തിലാണ് നല്ലപോലെ ഡീറ്റെയിലിങ്ങിന് ശ്രമിച്ചത്. അതിൽ 100% നമ്മൾ സക്സസ് ആയിട്ടില്ല. ചിലതൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്. പിന്നെയാണ് പലതും ചിലതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. പക്ഷെ പറ്റുന്ന പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പാലറ്റ്സും ഫോളോ ചെയ്യുന്നു പോകുന്നത്. അതിനകത്തും അദ്ദേഹം ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇത് വെച്ചിട്ട് ചില പിന്നെ സാങ്കേതികമായിട്ടുമുള്ള കാരണങ്ങളെ കൊണ്ട് പെട്ടെന്ന് ചില സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ചാർട്ട് ചെയ്ത് അതേപോലെ ഒരിക്കലും സിനിമ പോകത്തില്ല. അപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം അദ്ദേഹത്തിന്റെ പുറകിലുണ്ടായിരുന്നു. ഈ ചാർട്ടൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ അനുസരിച്ച് അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് കോംപ്ലക്സ് സെനാരിയോ ആണ്. പക്ഷെ അത് നമുക്കൊരു ടെൻഷനോ ഒന്നും തരാത്ത രീതിയിൽ പുള്ളി അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് പോയി. ഈ മൂവിയിലെ ഒരുപാട് ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സിന് ഒരു ക്യാരക്ടറുള്ള പോലത്തെ ഒരു, ഇപ്പം മമ്മൂക്കയുടെ ഹോണ്ട കാർ ആണെങ്കിലും മമ്മൂക്കയുടെ ഡയറി ആണെങ്കിലും വിനായകൻ സാർ സഞ്ചരിക്കുന്ന ജീപ്പാണെങ്കിലും ഒരു ക്യാരക്ടർ ഈ ഒബ്ജക്ട്സിനൊക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു ചോയ്സ് എന്തായിരുന്നു? അതും ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന സംഗതികളാണ്. അതും ഈ വണ്ടികളാണെങ്കിലും ആ കഥാപാത്രങ്ങളുമായിട്ടും എങ്ങനെയോ ഒന്ന് കണക്റ്റഡ് ആയിരിക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ ഒരു സാധാരണത്വം വിട്ടു പോകാനും പറ്റും. നമ്മൾ ആദ്യം വേറെ കുറച്ച് കാറൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അന്നേരമൊക്കെ ഇതിൻ്റെ ഒരു സാധാരണത്വം വിട്ടുപോകുന്ന പോലെ തോന്നി. പക്ഷെ ഈ കാറ് വന്ന് കണ്ടപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ആപ്റ്റാണ്. ഒന്നാമത് നമ്മൾ ആ കളർ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറത്താണ് അന്വേഷണം നടന്നത്. അപ്പോൾ ഈ മോഡലും ഇത്രയും പിന്നെ 88 മോഡലാണ്. അപ്പോൾ ആ 88 മോഡൽ വണ്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം വന്ന് കണ്ടപ്പോഴത്തേനും അത് ഭയങ്കര ഇതായിട്ട് തോന്നി. ഫ്ലാഷ് ബാക്കും നമുക്ക് പറയുന്നുണ്ട്. അത് കുറച്ച് എല്ലാവർക്കും കണക്ട് ആയെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇത് ഒരു
നോർമൽ കാറല്ല, ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു കാറുമല്ല. പിന്നെ ഇതിനകത്ത് ഇൻഡയറക്ട്ലി പറഞ്ഞു പോകുന്ന കുറെ സംഗതികളുണ്ട്. ഇദ്ദേഹം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ കുറച്ച് സൂചന തരുന്നുണ്ട്. അത് ആ സ്ഥലത്തുള്ളവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിറ്റിയും കാസ്റ്റ് ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് റിയാലിറ്റിയും ഒരു കഥാപാത്ര നിർമ്മിതിയിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സംഗതികളൊക്കെയാണ്. അപ്പം അദ്ദേഹം വരുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത വെച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഉള്ള ഒരാൾക്ക് ഭീകരമായ രീതിയിൽ ഈ സ്ത്രീധനം കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഗതിയുണ്ട്. അതൊരു ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൻ്റെയൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറേ തോട്ട്സിൻ്റെ ഇതൊന്നും ഒരു പരിധിക്കപ്പുറം നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ബട്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാർ കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. ആ മൊമെന്റിൽ പോലും നമുക്ക് ആ ഇന്റർവെല്ലിലെ ട്വിസ്റ്റ് മനസ്സിലാവില്ല. ഈ ജോബിനെ പറ്റി പറയുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ട് പോലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മനസ്സിലാവില്ല. ഇന്റർവെല്ലിൽ എത്തുമ്പോൾ അതൊരു ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. ഒരുപാട് പഴയ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നാളെ കാണുന്നുണ്ടായില്ലാത്ത കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ടു തിരിച്ച് കുഞ്ചൻ സാർ ആണെങ്കിലും കൊല്ലം തുളസി സാറ്, പിന്നെ ബിജു പപ്പൻ സാർ, ഇവരൊക്കെ കുറച്ചായി ഇപ്പൊ റെഗുലർ ആയിട്ടൊന്നും മൂവിയിൽ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് സാർ ഇന്റൻഷനലി നടത്തിയതാണോ എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറെ കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് സംസാരം ഡിസ്കഷൻ നടക്കുമ്പോൾ മമ്മൂക്കയാണ് ഇങ്ങനെ കുറെ പേരുടെ പേര് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇവരൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെയൊക്കെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കാഷ്വലി ചുമ്മാ ചോദിച്ചു പോയതാണ്. അപ്പം നമ്മുടെ മൈൻഡിൽ ഇത് കിടപ്പുണ്ടായിരുന്നു. കൃത്യമായ കാസ്റ്റിങ്ങിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഇവരൊക്കെ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുത്തിയത് അദ്ദേഹമാണെന്ന് പറയാം. അതായത് ഇത്രയും സ്ത്രീ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്തതും അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നാലും നമ്മൾ അതായത് കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളും ഇതിനൊക്കെ അപ്പുറത്തോട്ട് ഈ കഥാപാത്രത്തിന്റെ ട്രേറ്റ് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കാസ്റ്റിംഗ് ഓരോന്നും നടത്തിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനും ഒരു പൊതുവായിട്ടുള്ള ചില എലമെന്റ്സ് ഉണ്ടായിരുന്നു. അവർ വരുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആയിരിക്കുന്ന ഒരു ഒറ്റപ്പെടലിന്റെ അങ്ങനെ കുറെ എലമെന്റ്സ് ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇവരെല്ലാവരും വരുന്നത് പല പല ഇടങ്ങളിൽ നിന്നും പല പല പശ്ചാത്തലങ്ങളിൽ നിന്നുമൊക്കെയാണ്. അപ്പം അത് പർപ്പസ്ഫുള്ളി അങ്ങനെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഓരോന്നും അങ്ങനെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഡിസൈനിന്റെ പുറത്ത് സംഭവിച്ചതാണ് കാസ്റ്റിംഗ്. ഈ ലൊക്കേഷൻ സെർച്ച് ഒക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ വരുന്ന സ്ഥലം അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഒരു കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഈ തിരുവനന്തപുരം കന്യാകുമാരി അതിർത്തിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെറൈനെ പറ്റി ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ അതിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവിടെ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ഒരു കന്യാകുമാരി ജില്ലയിൽ പ്രത്യേകിച്ചും അവിടെ ബീച്ച് അങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ട്. എന്നാൽ കുറെ ഹില്ലി ഏരിയാസ് ഉണ്ട്. ഹിൽസും ഈ പാടി ഫീൽഡ്സ് ഒക്കെ ആയിട്ട് മെർജ് ചെയ്ത് കിടക്കുന്ന കുറെ അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഇതുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഗൗരവ് എന്ന് പറഞ്ഞൊരു ആളെ കിട്ടിയായിരുന്നു നാഗർകോവിലിൽ നിന്ന്. അദ്ദേഹം ആണ് ലൊക്കേഷൻ മാനേജറായിട്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ പറയുന്നതനുസരിച്ച് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്തു. എന്നാലും ഭീകരമായ ഒരു ഇത് വന്നില്ല, അല്ലാതെ തന്നെ കിട്ടി. അതുപോലെ മമ്മൂക്കയുടെ സ്ലാങ് ആണെങ്കിലും ആ ഡയലക്ട് ഭയങ്കര പക്കാ ട്രിവാൻഡ്രം അല്ല, എന്നാൽ തമിഴും അല്ല. അതും അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു മമ്മൂക്കയ്ക്ക്? അത് അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അല്ലായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം ഭയങ്കര ഒരു കോൺഷ്യസ് ആയിരുന്നു അത് കറക്റ്റ് ആകുമോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി. കാരണം ഇപ്പൊ രാജമാണിക്യത്തിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഇപ്പൊ സിനിമയിലും മറ്റൊക്കെ അതിനതൊരു പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്നതാണ്. അതല്ലാതെ ഒരു കൃത്യം റൂട്ടഡ് ആയിട്ടുള്ള തിരുവനന്തപുരം സ്ലാങ് പിടിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഞാനും എനിക്കും ഒരു പരിധിക്കപ്പുറം ഞാൻ വരുന്ന സ്ഥലത്ത് അങ്ങനെയല്ല സ്ലാങ് വരുന്നത്. പിന്നെ പക്ഷെ ജിഷ്ണു വരുന്നത് കുറച്ച് ബാലരാമപുരമാണ്. അപ്പോൾ അവന് കുറച്ചും കൂടെ ഇതുണ്ട്. പിന്നെ നമ്മുടെ കൂടെ തന്നെ രാജചേട്ടൻ, മോഹൻ ചേട്ടൻ, ഇങ്ങനെ കുറേ പേരുണ്ട് തിരുവനന്തപുരം ആൾക്കാർ. അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ അത് പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് അത് പിടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഭീകരമായ രീതിയിൽ അതിനെ ഇത് ചെയ്യേണ്ട സംഗതി വന്നില്ല. ശരിക്കും വി ഓൾ ആർ അഡ്വക്കേറ്റ്സ്. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വിനായകൻ സാറ് ആ റോളിൽ മമ്മൂക്കയെ പിടിക്കാൻ പോകുന്ന സീനിലൊക്കെ ആണെങ്കിലും എനിക്ക് പുള്ളിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു ഇൻറ്റൻഷനോ അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊരു ഇൻറ്റൻഷനോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കൊല്ലണം ഭയങ്കര പുള്ളിക്കൊരു സൈക്കിക് ഏർജ് ഉണ്ടായിരുന്നു മമ്മൂക്കയെ പിടിക്കാൻ.
എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ചോയ്സ്? അതിന്റെ പ്രധാനപ്പെട്ട ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ എലമെന്റ്സിനേക്കാളും ഉപരി ഒരു സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു കഥാപാത്ര നിർമ്മിതിയും ഒരു കഥാഗതിയുടെ ഒരു ഡിസൈനിങ്ങും തന്നെയാണ് അതിന്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ആ കഥാപാത്രത്തിന് അദ്ദേഹത്തിൻ്റെതായ സബ്ജക്റ്റീവായിട്ടുള്ള ചില നിലപാടുകളോ ചില അഭിപ്രായങ്ങളോ ഉണ്ടായെന്നിരിക്കാം. പണവും പവർ അതേപോലെ ജാതി ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് നമ്മുടെ എല്ലാ വ്യവസ്ഥിതികളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരേ കേസിൽ ഒരേ തെളിവുകൾ കൊണ്ട് നമ്മൾ എടുത്ത് നിരത്തുമ്പോൾ 2 ജഡ്ജ്മെന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ ഉള്ളത് സബ്ജക്റ്റീവായിട്ടുള്ള സംഗതിയാണ്. അത് നമുക്ക് പറയുന്നതിൽ പരിമിതികളുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഐഡിയൽ. അതെല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്യാരക്ടർ ഓഫ് ഡെവലപ്മെന്റിൽ ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത് മമ്മൂക്ക ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്ന പോലെ തന്നെ വിനായകനും അങ്ങനത്തെ ഒരു പറയുന്നുണ്ട്. വിനായകൻ മറ്റേ എലീനെ കൊല്ലുമ്പോൾ നമുക്കൊരു ലഹരി പോലൊരു സാധനം കിട്ടും. അങ്ങനത്തെ ഒരു സൈക്കിക് കണക്ഷൻ രണ്ടുപേരിലും വരുത്തിയത് ഇന്റൻഷനാണോ, അല്ലെങ്കിൽ ഒരു കോയിന്റെ 2 വശം പോലെ കാണിക്കുന്ന ഒരു ഗുഡ് ആൻഡ് ബാഡ് സാധനം കാണിക്കാനാണോ അങ്ങനത്തെ ഒരു? അങ്ങനെയല്ല, അത് ഇന്റൻഷനൽ. പിന്നെ അദ്ദേഹം എലിയുടെ കഥ പറയുമ്പോൾ അദ്ദേഹം എലിയുടെ ഒരു കഥയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാസ്റ്റോ പ്രസന്റിലെ അദ്ദേഹത്തിന്റെ ഒരു സ്വത്തോ ഒക്കെ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി അദ്ദേഹം റിവീൽ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മൾ പാരലി കാണിക്കുന്ന വിഷ്വൽസ് മൊത്തം മറ്റേ കഥാപാത്രത്തിൻ്റെയാണ്. അപ്പം സംഭവം രണ്ടുപേരും ഒന്ന് തന്നെ ആയിരിക്കാമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. പുതുതായിട്ട് ഇനി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ജോണർ? പുതുതായിട്ട് കുറച്ചും കൂടെ ആക്ഷൻ, പിന്നെ കുറച്ച് ഫാന്റസി എലമെന്റ് അങ്ങനെയുള്ള ജോണറിൽ താല്പര്യം ഉണ്ട്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? പുതിയ മൂവീസ്? പുതിയ 1-2 ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ഒഫീഷ്യലി പറയാൻ പറ്റുന്ന ഒരു ഇതിലോട്ടായിട്ടില്ല. ബട്ട് പോസിറ്റീവായിട്ട് ആണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സാറിൻ്റെ ഇനി ഫ്യൂച്ചറിലുള്ള എല്ലാ പുതിയ മൂവീസിനും എല്ലാ ഇവൻറ്റ്സിനും നല്ല ബെസ്റ്റ് വിഷസ് ഞങ്ങളും ഞങ്ങളുടെ ടീമും നേരുന്നു. സോ ഇനി ഒരുപാട് ഇവൻറ്റ്സും അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർവ്യൂസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റട്ടെ, സാറിന് വരാൻ പറ്റട്ടെ എന്ന് പറയുന്നു. ഞങ്ങൾ ചാനലിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. സോ നമ്മളത് ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ലോഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്ന സാറിനെ കൊണ്ട് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാമെന്നാണ്. സാറാണ് ഞങ്ങളുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. സാറൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തണം. സാറ് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ വരട്ടെ. ഇനി ഒരുപാട് നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരട്ടെ. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സർ. കാരണം ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ് ഫുൾ ടീമിന്റെ. താങ്ക് യു. ഇതുകൊണ്ട് വണ്ടി ഉള്ളതുകൊണ്ട് അടുത്ത ഇന്റർവ്യൂവിന് കരുതി വന്നാൽ മതി. താങ്ക് യു സർ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ഷോ.